ഇടുക്കിയിലെ ഹൈറേഞ്ച് പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകൃതി നമുക്കായി കാത്തുവച്ചിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് അഞ്ചുരുളി. വെറുമൊരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിലുപരി കേരളത്തിന്റെ ഊർജ്ജ സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ചരിത്രത്തിലെ സാഹസികമായ ഒരു അധ്യായം കൂടിയാണിത്. കാഞ്ചിയാർ ഗ്രാമത്തിലെ ഏലത്തോട്ടങ്ങൾക്കിടയിലൂടെ താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇടുക്കി ഡാമിന്റെ വിശാലമായ ക്യാച്ച്മെന്റ് ഏരിയ തെളിഞ്ഞുവരും. ഡാമിലെ ജലനിരപ്പ് താഴുന്ന വേനൽക്കാലത്താണ് അഞ്ചുരുളി അതിന്റെ പൂർണ്ണരൂപം വെളിപ്പെടുത്തുന്നത്. വെള്ളത്തിനു നടുവിൽ തലയുയർത്തി നിൽക്കുന്ന കമഴ്ത്തിവെച്ച 5 വലിയ ഉരുളികൾ പോലെയുള്ള കുന്നുകളാണ് ഈ പ്രദേശത്തിന് അഞ്ചുരുളി എന്ന പേര് നൽകിയത്. നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് അവിടുത്തെ ഭീമാകാരമായ തുരങ്കമാണ്. കിലോമീറ്ററുകൾ അകലെയുള്ള ഇരട്ടിയാർ ഡാമിലെ വെള്ളം ഇടുക്കി റിസർവോയറിലേക്ക് എത്തിക്കാൻ കല്യാണത്തണ്ട് എന്ന കൂറ്റൻ മലയെ നെടുകെ തുരന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 4 കിലോമീറ്ററോളം നീളമുള്ള ഈ ടണൽ 1970-കളിൽ കാനഡയിലെ എസ്.എൻ.സി എന്ന കമ്പനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് പൂർത്തിയാക്കിയത്. 24 അടി വ്യാസമുള്ള ഈ തുരങ്കത്തിനുള്ളിൽ നിന്നാൽ മറുഭാഗത്തെ വെളിച്ചം ഒരു നക്ഷത്രക്കുഞ്ഞുപോലെ കാണാം എന്നത് എഞ്ചിനീയറിംഗ് കൃത്യതയുടെ ഉദാഹരണമാണ്. ഏകദേശം 4 കിലോമീറ്ററോളം നീളമുള്ള ഈ ടണൽ 1970-കളിൽ കാനഡയിലെ എസ്.എൻ.സി എന്ന കമ്പനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് പൂർത്തിയാക്കിയത്. 24 അടി വ്യാസമുള്ള ഈ തുരങ്കത്തിനുള്ളിൽ നിന്നാൽ മറുഭാഗത്തെ വെളിച്ചം ഒരു നക്ഷത്രക്കുഞ്ഞുപോലെ കാണാം എന്നത് തുരങ്കത്തിന്റെ ഭിത്തികളിൽ തൊടുമ്പോൾ ആ കാലഘട്ടത്തിലെ തൊഴിലാളികളുടെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും കഥകൾ നമുക്ക് അനുഭവപ്പെടും. ഇയോബിന്റെ പുസ്തകം പോലുള്ള സിനിമകൾ അഞ്ചുരുളിയെ വെള്ളിത്തിരിയിൽ എത്തിച്ചതോടെയാണ് ഇവിടേക്ക് സഞ്ചാരികളുടെ പ്രവാഹം വർദ്ധിച്ചത്. മഴക്കാലത്ത് ഇരട്ടയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമ്പോൾ ഈ തുരങ്കത്തിലൂടെ വെള്ളം ആർത്തുവിളിച്ചു വരുന്നത് ഭയാനകവും എന്നാൽ മനോഹരവുമായ കാഴ്ചയാണ്. ആ സമയത്ത് ഇതൊരു കൂറ്റൻ വെള്ളച്ചാട്ടമായി മാറും. എന്നാൽ വെള്ളം കുറഞ്ഞ സമയത്ത് ടണലിന്റെ കവാടം വരെ നടന്നുപോകാം. ഉള്ളിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റും അവിടെ അനുഭവപ്പെടുന്ന നിശബ്ദതയും ഓരോ സഞ്ചാരിയെയും മറ്റേതോ ലോകത്തെത്തിക്കും. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് അനുസരിച്ചാണ് ഇവിടുത്തെ കാഴ്ചകൾ മാറുന്നത്. കട്ടപ്പനയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ പ്രദേശം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം മഴ കഴിഞ്ഞുള്ള സമയമാണ്. എങ്കിലും സുരക്ഷയുടെ കാര്യത്തിൽ അതീവ ജാഗ്രത വേണം. ടണലിനുള്ളിലേക്ക് അമിതമായി ഉള്ളിലേക്ക് കയറുന്നത് അപകടമാണ്. പെട്ടെന്ന് വരുന്ന ജലപ്രവാഹവും വഴുക്കലുള്ള പാറകളും ശ്രദ്ധിക്കണം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും അടയാളമായി അഞ്ചുരുളി ഇന്നും സഞ്ചാരികളെ മാടി വിളിക്കുന്നു. ഇടുക്കിയിലേക്കുള്ള നിങ്ങളുടെ അടുത്ത യാത്രയിൽ ഈ തുരങ്ക വിസ്മയം കാണാൻ മറക്കരുത്.